നമുക്ക് എന്തിനാണ് ഈ പേടി? ആൾക്കാർ ചിരിക്കുമോ എന്നുള്ള പേടി, തോറ്റുപോകുമെന്നുള്ള പേടി, ആരെങ്കിലുമൊക്കെ നോ പറയുമോ എന്നുള്ള പേടി, അത് നമ്മളെ കൊണ്ട് കഴിവില്ല എന്നോ മറ്റുള്ളവർ പറയോ എന്നുള്ള പേടി. എന്നാ പറയട്ടെ. നിങ്ങൾ മുഹമ്മദ് അലി ക്ലേ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഹീ ഹു ഈസ് നോട്ട് കറേജിയസ് ഇനഫ് ടു ടേക്ക് റിസ്ക് വിൽ അക്കംപ്ലിഷ് നത്തിങ് ഇൻ ലൈഫ്. അതായത് ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറില്ലാത്തതിന് ഒരു ചുക്കും നേടാൻ പോണില്ല എന്ന്. അതുകൊണ്ട് ഇനി ഒരു നിയമം വെക്കണം. എന്തിനാണ് നമുക്ക് പേടി? അത് നമുക്കറിയാം, അത് സുരക്ഷിതമാണ്, ശരിയാണ്, നമുക്ക് വേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ മുന്നിൽ വന്നാൽ അതിൻ്റെ നേരെ ഞാൻ നടക്കും. അതായത് സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ ആ സംസാരിക്കാൻ പേടിയുള്ള കാര്യം പോയിട്ട് സംസാരിക്കും. ക്യാമറൻ്റെ മുന്നിൽ നിൽക്കാൻ പേടിയാണെങ്കിൽ ക്യാമറൻ്റെ മുന്നിൽ നിൽക്കും. നോ കേൾക്കാൻ പേടിയാണെങ്കിൽ ചെയ്യുന്ന കാര്യം എന്തെന്ന് അറിയാം, എവിടൊക്കെ നോ കിട്ടും അവിടൊക്കെ പോയി നോ മേടിച്ചിട്ട് വരും. അതായത് നമ്മൾ ഓരോ തവണയും നമ്മുടെ ഭയത്തിൽ നിന്ന് ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഭയം വലുതാവുക. എന്നാൽ നമ്മൾ ആ ഭയത്തിന് നേരെ നടക്കുമ്പോൾ ആരാ വലുതാവുക അറിയാം? ഭയം അങ്ങോട്ട് ചെറുതായിട്ട് നമ്മളങ്ങോട്ട് വലുതാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയം ഒരിക്കലും അവിടെ പോകില്ല. ഓക്കെ, നമ്മൾ ആദ്യം ഭയത്തിന് നേരെ പോകണം. പോകുമ്പോൾ ശരിയാണ്, കൈ വിറക്കും, ഹൃദയം ടപ്പട്ടപ്പടിക്കും, ശബ്ദം വിറക്കും. എന്നാലും ഭയത്തിന് നേരെ മുന്നോട്ട് പോയ ഒരു ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ വഴിയിൽ നിന്നിരുന്ന ഏറ്റവും വലിയ മതിലുണ്ടല്ലോ, മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നില്ല, നമ്മളെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ആ മതിൽ, അത് ലോകം മറ്റുള്ളവരൊന്നായിരുന്നില്ല, നമ്മുടെ സ്വന്തം ഭയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇന്ന് ഭയമുള്ളൊരു കാര്യം കണ്ടെത്ത്, എന്നിട്ട് അതിൻ്റെ നേരെ നടക്കുക. കാരണം ധൈര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വരുന്ന സംഗതിയല്ല, അതൊരു പ്രവൃത്തിയാണ്. അപ്പൊ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. ധൈര്യമായിട്ട് നടന്ന് ചെല്ലുക, നമ്മുടെ ഭയത്തിന്റെ നേരെ നടന്നു ചെല്ലുക. നിങ്ങൾ ഇന്ന് ഏത് ഭയത്തിനെ കൈകാര്യം ചെയ്യാൻ ഒന്ന് മനസ്സിൽ കാണുക, എന്നിട്ട് ഇങ്ങനെ നടന്നു ചെല്ലൂ. ആ നടന്നു ചെല്ലുന്ന സമയത്ത് നോക്കിക്കോ, നിങ്ങളുടെ മുന്നിലുള്ള ഭയം ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായി നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം ഉണ്ടല്ലോ അതിനെ വലുതായി വരും. ശരിയാണ്, നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയമിടിപ്പും ശ്വാസം കൂടി നിൽക്കും വരും, വിറച്ചു നിൽക്കും വരും. പക്ഷെ കാല് നമുക്ക് നടക്കാൻ തന്നത് നമ്മൾ മരമല്ലല്ലോ, നടക്കാൻ വേണ്ടിയിട്ടാ. അപ്പം നടന്ന് ചെല്ലുക. അങ്ങനെ നമ്മൾ ഒരു ഭയത്തിനെ കൈകാര്യം ചെയ്ത്, രണ്ടാമത്തെ ഭയത്തിനെ കൈകാര്യം ചെയ്ത്, മൂന്നാമത്തെ ഭയത്തിനെ കൈകാര്യം ചെയ്ത്, എന്നിട്ട് നമ്മൾ ശ്രീലാളിതനായി നിൽക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതുവരെ തടഞ്ഞിരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഭയങ്ങളായിരുന്നു. ഇനി മുതൽ ആ ഭയത്തിന് ആ കഴിവില്ല. ഭയം നമ്മുടെ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും.